ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠത്തിലെ സ്വർണ്ണപ്പാളി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയതിലെ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി വി എൻ വാസവനും അന്വേഷണം വേണമെന്ന് പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെട്ടു. അതേസമയം പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വീട്ടിൽ കൊണ്ടുവന്നതെന്ന് സഹോദരി മിനി ദേവിയും ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറുമൂട്ടിലെ വീട്ടിൽ നിന്നുമാണ് ദേവസ്വം വിജിലൻസ് ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠം കണ്ടെത്തിയത്. പീഠം കാണാനില്ലെന്ന് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം സീൽ ചെയ്ത കവറിൽ വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി മിനി ദേവി പറഞ്ഞു. വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളോട് അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്നെടുത്തോണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല. പലപ്പോഴും സാധനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ കൊണ്ടുവരാറുണ്ടെന്നും അത് തിരികെ കൊണ്ടുപോകാറുണ്ടെന്നും സഹോദരി ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പറയുന്നു. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അതേസമയം സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയെന്ന് സംശയിക്കുന്നതായും ഇക്കാര്യത്തിൽ അടപടലെ അന്വേഷണം വേണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെട്ടു. ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശബരിമല പീഠം കാണാതായത് രാഷ്ട്രീയ വിവാദമാക്കാനാണ് ശ്രമമെന്നും താൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പീഠം പിടിപ്പിച്ചതെന്നും ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും ചീഫ് എഞ്ചിനീയർക്കുമാണെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറും പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു 6 കിലോ സ്വർണ്ണം അയ്യപ്പൻ്റെ അടിച്ചു മാറ്റി പറഞ്ഞിട്ട് രാഷ്ട്രീയമായിട്ട് പറയാമെന്നല്ലാതെ ആരും അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഒരാളിനെ ചുമതലപ്പെടുത്താൻ പാടുണ്ടോ എന്നുള്ളത് നമ്മൾ വിജിലൻസിൻ്റെ തിരുവാഭരണം കമ്മീഷണർ വിജിലൻസ് ചീഫ് എഞ്ചിനീയർ ഇത്രയും പേരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.